ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രയെ റെസ്റ്റോറൻറ്റിലിരുത്തിയിട്ട് ടെക്സ്റ്റൈൽ മറന്നു വെച്ച ഡ്രസ്സ് എടുക്കാനായിട്ട് പ്രകാശ് പോയിരിക്കുവാണ്. പ്രകാശിനെ കുറേ നേരമായിട്ടും കാണാത്തതുകൊണ്ട് ചന്ദ്ര ശിവനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാനിതുപോലെ റെസ്റ്റോറൻറ്റിലിരിക്കുവാണ്, പ്രകാശ് പോയിട്ട് ഇതുവരെ വന്നില്ല, എനിക്ക് പേടിയാവുന്നു ചേട്ടാന്നൊക്കെ. അതിനെന്താ മോളെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശിവൻ വന്ന് ചന്ദ്രയെ കണ്ട് സംസാരിക്കുവാണ്. പക്ഷേ ശിവന് പെട്ടെന്ന് എന്തോ ഒരു സംശയം. കുറച്ച് മുമ്പ് ശിവൻ റോഡിലൊരു ആക്സിഡന്റ് കണ്ടതും ആക്സിഡന്റ് പറ്റിയ ആളിനെ ആംബുലൻസ് കൊണ്ടുപോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു സംശയത്തോടെ ശിവൻ പെട്ടെന്ന് പ്രകാശിനെ അന്വേഷിച്ച് പോവുകയാണ്. ശിവൻ അപ്പോൾ മനസ്സിലായി ആക്സിഡന്റ് പറ്റിയത് പ്രകാശിന് തന്നെയാണെന്ന്. ഉടനെ തന്നെ കമലനെ വിളിച്ചവൻ പറയുന്നു. കമലൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ശിവൻ അവിടെ വരുമ്പോഴത്തേക്കും കമലൻ അവിടെ ഉണ്ട്. ആശാനെ വിഷമിക്കാതെ, അത് പ്രകാശ് ആയിരിക്കത്തില്ല, വേറെ വല്ലരും ആയിരിക്കും എന്നൊക്കെ കമലൻ ഇങ്ങനെ ശിവനോട് പറയുന്നുണ്ട്. എങ്കിലും വാടാ, നമുക്കൊന്ന് നോക്കാം, എങ്കിലും മനസ്സിനൊരു സമാധാനമുള്ളു എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തോട്ട് വരുമ്പോൾ സ്ട്രെച്ചർ ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നു. ആ അറ്റൻഡറോട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയതാ, അപ്പോൾ തന്നെ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് കേട്ട് ശിവനും കമലനും അങ്ങ് ഭയന്നു. കമലൻ ചോദിക്കുക, ഞങ്ങൾ ഈ മുഖം ഒന്ന് കണ്ടോട്ടെ. അപ്പോഴാ അറ്റൻഡർ ഡെഡ് ബോഡിയുടെ മുഖത്തുനിന്ന് ആ തുണി അങ്ങോട്ട് മാറ്റി നോക്കുമ്പോൾ ആ ഡെഡ് ബോഡിയുടെ മുഖം കണ്ട് പ്രകാശും കമലനും അങ്ങ് ഭയത്തോടെ ഞെട്ടി വിറച്ചു പോയി. അത് പ്രകാശിന്റെ ഡെഡ് ബോഡിയായിരുന്നു. ഒട്ടിക്കരഞ്ഞുകൊണ്ട് ശിവൻ കമലനെ കെട്ടിപ്പിടിക്കുക. ഇത് ഞാൻ എങ്ങനെയാടാ എൻ്റെ ചന്ദ്രയോട് പറയുന്നത്? എൻ്റെ ചന്ദ്ര ഇത് എങ്ങനെ സഹിക്കുവടാ? അറ്റൻഡർ പറയാ, ആക്സിഡന്റ് കേസായതുകൊണ്ട് ബോഡിയെ മോർച്ചറിലോട്ട് മാറ്റുക. പരിസരബോധം പോലും മറന്ന് ശിവൻ പൊട്ടിക്കരയുക. ആശാനെ കരയാതെ ആശാനെ എന്നൊക്കെ കമലൻ പറയുന്നെങ്കിലും ഞാൻ എങ്ങനെയാടാ ഇത് എൻ്റെ ചന്ദ്രയോട് പറയുന്നത്? അവൾക്കിത് സഹിക്കാൻ പറ്റുവോടാ? ഇത് തന്നെ പറഞ്ഞ് കരയുവാണ് ശിവൻ. എൻ്റെ ആശാൻ ഇങ്ങനെ സങ്കടപ്പെടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇവനെയും വിളിച്ചോണ്ട് ചെല്ലുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുക എൻ്റെ ചന്ദ്ര. എനിക്കിത് അവളോട് പറയാൻ പറ്റുവോടാ? എൻ്റെ കൈയും കാലും ഒക്കെ തളരുന്നടാ. എൻ്റെ ആശാനെ, പ്രകാശിന് ഈശ്വരൻ ഇത്രയും ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കണം. എൻ്റെ മനസ്സിൽ അതൊന്നും അല്ലടാ കമല. ചന്ദ്ര, അവളോടിത് ആര് പറയുവടാ? അവളോടിത് ആര് പറയും? എനിക്കറിയില്ല. അവളിത് എങ്ങനെ സഹിക്കും? ഒരു ഭ്രാന്തനെ പോലെ കരയുവാണ് ശിവൻ. അവളോടിത് പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നോട് പറയാൻ ആരും പറയല്ലേ. ഈ സമയം ശാരികയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കരയുകയും ബഹളം വെക്കുക. എനിക്ക് നീതി കിട്ടണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് എൻ്റെ മോളെ വേണം. എത്ര ദിവസം വേണമെങ്കിൽ ഞാൻ ഈ സ്റ്റേഷൻ്റെ മുന്നിൽ കുത്തിയിരിക്കും. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടെത്തി തന്നില്ലെങ്കിൽ ഈ സ്റ്റേഷൻ്റെ മുന്നിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകും. ചാരി അവിടെ അങ്ങിരുന്നു. അത് കണ്ടിട്ട് മറ്റു പോലീസുകാർ പറയുന്നു, സാറേ ഇത് കുഴപ്പമാകുമെന്നാണ് തോന്നുന്നത്. CI സാറ് വരട്ടെ എന്തായാലും. CI സാറ് വരാമെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞല്ലോ, എന്നിട്ടും ഇതുവരെ കണ്ടില്ലല്ലോ. ഇതൊരു വള്ളി പിടിച്ച കേസാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ശാലിനി വരുന്നുണ്ട്. ശാലിനി ഓടിച്ചെന്ന് ശാരിയേച്ചിന്ന് വിളിക്കുന്നുണ്ട്. ശാലിനിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാണ് ശാരി. എവിടാടി എൻ്റെ കുഞ്ഞ്? നീ ആർക്കാടി കൊടുത്തത്? എൻ്റെ കുഞ്ഞിനെ വിറ്റോടി, അതോ നീ കൊന്നു കളഞ്ഞോടി? ഇപ്പോഴേക്കും CI റസാഖ് അവിടെ എത്തി. റസാഖ് ആ കാഴ്ച കണ്ടിട്ട് പൊറ്റുള്ള പോലീസുകാരെ വഴക്ക് പറയാം. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? പിടിച്ചു മാറ്റവരെ. മാനസിക നില തെറ്റി നിൽക്കുന്നത് അവര്. അയ്യോ മേഡം ഓക്കെ അല്ലേ? ശാലിനി ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ശാരികയോട് ചോദിക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളെല്ലാം ഇവിടെ ആൾക്കാരാണല്ലേ. ഇവള് പറയുന്നതേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. നിങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള സത്യമാണ്. ഞങ്ങളെല്ലാവരും അതിൻ്റെ അന്വേഷണത്തിലാണ്. ശാലിനി മേഡം അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാ. നിങ്ങളെനിക്ക് നീതി തരില്ല. എന്തായാലും എനിക്ക് ഇവിടുന്ന് നീതി കിട്ടില്ലെന്ന് ഉറപ്പായി. അപ്പം മറ്റെവിടെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് ശാരിക അവിടുന്ന് ഓടുവാണ്. ശാരികയുടെ പുറകെ കുറച്ച് പോലീസുകാർ ഓടുന്നുണ്ട്. മേഡം വിഷമിക്കാതെ, അധികം ദൂരോട്ടെങ്ങും പോവില്ല, ഈ പ്രദേശത്ത് എവിടെങ്കിലും തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ റസാഖ് ശാലിനിയോട് പറയുക. ശിവൻ തളർന്നിരിക്കുക. ശിവനെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ലെന്ന് മനസ്സിലാക്കിയിട്ട് കമലൻ പെട്ടെന്ന് ശാലിനിയെ വിളിക്കുക. എന്താ കമല എന്നിങ്ങനെ ശാലിനി ചോദിക്കുക. ഏട്ടത്തിയമ്മേ, പ്രകാശിന് കുറച്ചു മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്താ കമല പറയുന്നേ? ആക്സിഡന്റോ? അതേ ഏട്ടത്തിയമ്മേ, നമ്മുടെ പ്രകാശ് പോയി. ശാലിനി, അയ്യോ നീ എന്താടാ ഈ പറയുന്നത്? എൻ്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? ഏട്ടത്തിയമ്മ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലുണ്ട്. ചന്ദ്രയോട് ഈ വിവരം എങ്ങനെ പറയാൻ പറ്റുമെന്നറിയാതെ രണ്ട് ആശാനൂടെ വിഷമിച്ചിരിക്കുക. ഏടത്തിയമ്മ ഇവിടം വരെ ഒന്ന് വരാവോ? അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ വരാം. ശാലിനി അവിടെ ഒന്ന് കരയൂ. എൻ്റെ ഈശ്വര, എങ്ങനെയാ ഞാൻ ചന്ദ്രയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്? ഈശ്വര, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആശാനെ എന്തെങ്കിലും ഒന്ന് മിണ്ട്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എടാ കമല, അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാടാ ഞാൻ ആലോചിക്കുന്നത്. ചന്ദ്ര ഇത് എങ്ങനെ സഹിക്കുമെന്ന്. ആശാനെ, എപ്പോഴായാലും എങ്ങനെയായാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ പറഞ്ഞില്ലെങ്കിലും നാളെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എടാ കമല, നിനക്കറിയാവോ, ഈ കല്യാണം നടത്തി കൊടുക്കാന്നും പറഞ്ഞ് അവളെ ഞാനാടാ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. എൻ്റെ ചന്ദ്ര ജീവിതത്തിൽ എന്നും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ ഞാനത് ചെയ്തത്. എന്നിട്ട് എന്തായടാ?
ഈശ്വരൻ എന്തിനാടാ എന്നോടും എൻ്റെ പെങ്ങളോടും ഇങ്ങനെ കാണിച്ചത്? എല്ലാം വെറുതെ ആയി പോയില്ലേടാ. മധുരയിലോട്ട് താമസം മാറാനിരുന്നവരാ. ഇനി ഈ വേദനയിൽ നിന്ന് എൻ്റെ ചന്ദ്രയെ എത്ര കാലം കൊണ്ടാടാ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? എൻ്റെ ആശാനെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തും എത്തില്ല ആശാനെ. സംഭവിച്ചത് വിധിയാ, അതിനെ തടുക്കാൻ ഈശ്വരന് പോലും ആവില്ല. എടാ കമല, അച്ഛനമ്മമാര് ശപിച്ചാൽ ഫലിക്കുവോടാ? അച്ഛനമ്മമാരൊന്നും അങ്ങനെ ശപിക്കില്ല ആശാനെ. ആര് പറഞ്ഞടാ? എൻ്റെ അച്ഛൻ ശപിച്ചിട്ടുണ്ടടാ. എൻ്റെ അച്ഛൻ നന്നായി ശപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ചന്ദ്രയ്ക്ക് ഇങ്ങനൊരു ഗതി വരില്ല. ഇത് ഞാൻ മുൻകൈ എടുത്ത് നടത്തിയ ബന്ധമല്ലേ? അച്ഛനും അമ്മയും ചേർന്ന് മുൻകൈ എടുത്ത് നടത്തിയ ബന്ധമായിരുന്നെങ്കിൽ എൻ്റെ ചന്ദ്രയ്ക്ക് ഇങ്ങനൊരു ഗതി വരില്ലായിരുന്നു. ഞാനാടാ ഈ ചതി കാണിച്ചത്. ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തതാ അവന് ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എന്നിട്ട് എനിക്കത് സാധിച്ചോടാ? എന്നിട്ട് എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയോ? അതുകൊണ്ടാടാ കമല ഞാൻ പറയുന്നത്, അച്ഛൻ്റെയും അമ്മയുടെയും ശാപം കിട്ടിയ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന്. എൻ്റെ ഈശ്വര, എൻ്റെ ചന്ദ്രയിൽ എങ്ങനെ സഹിക്കുവടാ? ചന്ദ്രയാണെങ്കിൽ പ്രകാശനെയും കാണുന്നില്ല, പ്രകാശനെ തേടിപ്പോയ ശിവനെയും കാണുന്നില്ല. ആകെ സങ്കടത്തോടെ റാണിയോട് കംപ്ലൈൻറ്റ് പറയാം. ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയ പ്രകാശനെയും കാണുന്നില്ലല്ലോ, ചേട്ടനെയും കാണുന്നില്ലല്ലോ. ഈശ്വര, എന്നെ ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. അതിന് വിളിക്കാൻ ഫോണില്ലല്ലോ ചന്ദ്രേ എന്നിങ്ങനെ റാണി ചോദിക്കുക. ഫോൺ പോലും എടുക്കാതെ ഈ പ്രകാശ് ഇത് എങ്ങോട്ടാ പോയത്? എനിക്ക് ആകെ പേടിയാകുന്നു റാണി. എൻ്റെ പ്രകാശിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്രയും നേരം റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്കാണെന്ന് പ്രകാശിന് അറിയാവുന്നതല്ലേ? ചന്ദ്ര ഇങ്ങനെ വിഷമിക്കാതെ, ശിവേട്ടൻ പോയിട്ടുണ്ടല്ലോ. ഇനി അവർ രണ്ടുപേരുടെ എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിലോ? എങ്കിൽ ശിവേട്ടൻ അത് വിളിച്ച് പറയുമല്ലോ റാണി. ശിവേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതുമില്ല. എന്തോ കുഴപ്പമുണ്ട് റാണി. എൻ്റെ പ്രകാശിന് എന്തോ പറ്റിയിട്ടുണ്ട്. റാണി, നിനക്ക് എന്തെങ്കിലും അറിയാവോ? റാണി സത്യം പറ, നീ എന്തെങ്കിലും അറിഞ്ഞോ? നീ എന്നിട്ട് എന്നെ അറിയിക്കാതിരിക്കുവാണോ? എൻ്റെ ചന്ദ്രയെ നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടാതെ. ശിവേട്ടൻ പ്രകാശിനെയും കൊണ്ട് വരും. പ്രകാശ് ഒരു ഡോക്ടറല്ലേ. പെട്ടെന്ന് ആർക്കെങ്കിലും എന്തൊരു അസുഖം ഉണ്ടായാൽ പ്രകാശ് അവിടെ നോക്കി നിൽക്കുമോ? പിന്നെ അതിൻ്റെ പുറകെ ഓടിക്കാണും. അയ്യോ റാണി, എനിക്ക് വയ്യ. എൻ്റെ തലയൊക്കെ പെരുക്കുന്ന പോലെ തോന്നുക. വേണ്ടപ്പം ശാലിനിയുടെ കാറങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറയണം, എങ്ങനെ പറയണം, എങ്ങനെ ഇവളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഒന്നും അറിയാൻ വയ്യാതെ ശാലിനി ഇങ്ങനെ വിഷമത്തോടെ കയറി വരിക. ചന്ദ്ര ഓടിച്ചെന്ന് ശാലിനിയെ പിടിച്ചിട്ട്, ചേച്ചി പ്രകാശനെ കാണുന്നില്ല. ഞാനും പ്രകാശും കൂടെ ഒന്ന് പുറത്തു പോയതാ. എന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുത്തിയിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയതാ. പക്ഷെ ഇതുവരെ ഒരു വിവരമില്ല ചേച്ചി. ശിവേട്ടൻ പ്രകാശനെ അന്വേഷിച്ച് പോയിരിക്കുക. മോളെ ചന്ദ്ര എന്നും പറഞ്ഞ് ശാലിനിയുടെ തൊണ്ട ഇടറുവാണ്. ചന്ദ്രയ്ക്കാകെ വെപ്രാളമായി. അയ്യോ എന്താ ചേച്ചി, പറയേച്ചി, എൻ്റെ പ്രകാശിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? മോളെ ചന്ദ്ര, ഞാൻ പറയുന്നത് മോളൊന്ന് ക്ഷമയോടെ കേൾക്കണം. ഇതിപ്പോൾ എങ്ങനെയാ മോളോട് പറയണമെന്ന് എനിക്കറിയില്ല. പറ ചേച്ചി, എന്താ പറ്റിയത്? എൻ്റെ പ്രകാശിന് എന്ത് പറ്റി? മോളെ, പ്രകാശിന് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ എൻ്റെ ഈശ്വര, എൻ്റെ പ്രകാശിനോ? പറയേച്ചി, സീരിയസ് ആണോ എൻ്റെ പ്രകാശിന്? അത് പിന്നെ മോളെ എന്നിങ്ങനെ പറയുകയല്ലാതെ ശാലിനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിനാണോ ചേച്ചി ഞങ്ങളെ ഒന്നിപ്പിച്ചത് എന്നും പറഞ്ഞ് ചന്ദ്ര കരയുവാണ്. അപ്പോഴേക്കും അങ്ങോട്ട് കമലൻ്റെ ഓട്ടോയിൽ ശിവനും വന്നു കഴിഞ്ഞു. ചന്ദ്രയുടെ ഉറക്കെയുള്ള കരച്ചിൽ കണ്ടിട്ട് കമലൻ പറഞ്ഞ്, ആശാനെ, ചന്ദ്രയെ വിവരം അറിയിച്ചെന്നാ തോന്നുന്നത്. അറിയട്ടെ കമല, അവൾ കാര്യങ്ങളൊക്കെ അറിയട്ടെ. അത് താങ്ങാനുള്ള കരുത്ത് അവൾക്ക് ഈശ്വരൻ കൊടുത്തോളും. ഞാൻ എന്തിനാ ചേച്ചി ഇനി ജീവിക്കുന്നേ? എനിക്ക് കാണണം, എൻ്റെ പ്രകാശനെ ഇപ്പം കാണണം എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് ബോധം കെട്ട് വീണു. അയ്യോ ആശാനെ, തൻ്റെ ചന്ദ്ര ബോധം കെട്ട് വീണ്. വയ്യടാ, എൻ്റെ മോടെ മുഖം കാണാൻ എനിക്ക് വയ്യടാ. ചന്ദ്രേ, മോളെ ചന്ദ്രേ എന്നൊക്കെ റാണിയും ശാലിനിയും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ഈ സമയം അപർണ വക്കീലും മൂർത്തിയും കുഞ്ഞുമായിട്ട് കാറിലിങ്ങനെ അമ്പലത്തിൽ തൊഴാൻ വരുവാണ്. ശാരികയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ദേവിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ദേവി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണേ. എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് കാത്തു കിട്ടിയ പൊന്നുമോളാണേ അവള്. എൻ്റെ മോളെ കണ്ട് എൻ്റെ കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പേ എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റി. എൻ്റെ മോൾ എവിടെയാ ദേവി? അവൾ സുഖമായിട്ട് ഇരിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാണ്ട് അരുണയും മൂർത്തിയും കുഞ്ഞും കൂടെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ശാരികയുടെ അടുത്ത് അവരെത്തിയപ്പോഴേക്കും ശാരിക പതുക്കെ അവിടെ നിന്ന് ചുറ്റി നടന്ന് ദേവിയെ പ്രാർത്ഥിക്കുവാണ്. പക്ഷെ ശാരിക ആ കുഞ്ഞിനെ കണ്ടില്ല. അങ്ങനെ ശാരികയും അരുണയും തൊട്ടടുത്തടുത്ത് നിൽക്കുന്നെങ്കിലും ശാരികയ്ക്ക് ആ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യമില്ല. ഈ സമയത്താണെങ്കിൽ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിച്ചേട്ടനും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ അതേ ക്ഷേത്രത്തിൽ തന്നെ തൊഴാൻ വരുവാണ്. ശാരിക ദേവിയുടെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ ദേവി, എൻ്റെ മോളെയും കൊണ്ടല്ലാതെ അമ്മേ, ഈ തിരുനടയിൽ നിന്ന് ഞാൻ പോകില്ല. അങ്ങനെ ശാരിക ഒരു ഉറച്ച തീരുമാനത്തോടെ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ആലിൻ്റെ ചുവട്ടിൽ വന്നിങ്ങനെ ഇരിക്കുക. ഞാൻ എത്ര നാളായാലും ദേവി ഇവിടെ തന്നെ ഇരിക്കും. എൻ്റെ കുഞ്ഞിനെ അമ്മയെ നീ എനിക്ക് കൊണ്ടുതന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എൻ്റെ അന്ത്യവും എന്നും പറഞ്ഞ് ശാരിക ഉറച്ച നിലയിൽ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് ഓട്ടോറിക്ഷയിൽ താണ്ട വിജയലക്ഷ്മി ആങ്ങള കൃഷ്ണൻകുട്ടിച്ചേട്ടനും കൂടെ അങ്ങോട്ട് ആ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്.
കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട് പെങ്ങളോട് എല്ലാം ദേവിയോട് തുറന്ന് പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും ഇന്നത്തോടെ അവസാനിപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ശാരിക അവരെ കാണുന്നുണ്ട്. പക്ഷെ വിജയലക്ഷ്മിയോ ആങ്ങളെയോ ശാരികയെ കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ശാരിക ഇവരെ കണ്ടുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ആ ക്ഷേത്രനടയിലോട്ട് ഓടിച്ചെല്ലുവോ? അവിടെ കിടന്ന വല്ല പിടിയും വലിയൊക്കെ നടത്തുമോ? അരുണ കുഞ്ഞുമായിട്ട് അവിടെ നിൽക്കുന്ന കാണുമോ? ആ കുഞ്ഞിനെ ശാരിക തിരിച്ചറിയുമോ? ചന്ദ്രയുടെ ഭർത്താവ് പ്രകാശിന്റെ കൊലയാളിയെ തിരിച്ചറിഞ്ഞോ? സ്വന്തം അച്ഛൻ തന്നെ പ്രകാശിനെ കൊല്ലാനയച്ച കൊലയാളി തന്നെ ആയിരുന്നു എന്ന് ചന്ദ്രയും ശിവനും തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം? സ്വന്തം മകളെ വിധവയാക്കിയത് മാണിക്കോത്ത് മഹേന്ദ്രൻ മനസ്സ് നൊന്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുമോ എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.